തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ദുഃഖത്തിൽ നിന്ന് വിട്ടുമാറാതെ CPI. ജില്ലാ എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. LDFന്റെ പരാജയത്തിന് കാരണമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകപക്ഷീയമായ പെരുമാറ്റമാണെന്ന് നേതാക്കൾ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ധാർഷ്ട്യത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെയും നേതാക്കൾ വിമർശിച്ചു. BJPയുടെ വളർച്ച ഗൗരവമായി കാണണമെന്നും യോഗത്തിൽ അഭിപ്രായമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ നിയമത്തെ മുൻനിർത്തി നടത്തിയ യോഗങ്ങളിൽ എല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത്. എന്നാൽ ഈ സമുദായത്തിന്റെ വോട്ട് LDFന് ലഭിച്ചില്ല. ഹിന്ദുക്കളടക്കമുള്ള മറ്റ് സമുദായങ്ങൾ LDFിൽ നിന്നും അകലുകയും ചെയ്തു. എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. LDFന്റെ വോട്ടുകളും BJPയിലേക്ക് പോയി. ഈഴവ സമുദായം LDFിൽ നിന്ന് അകന്നു. LDFന് മേൽക്കോയ്മയുണ്ടായിരുന്ന എല്ലാ ബൂത്തുകളിലും BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ഇത് പരിശോധിക്കണം. സർക്കാർ പുതുതായി ചിന്തിച്ചു തുടങ്ങണം. LDFന് വേണ്ടത് എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട അനുരഞ്ജനത്തിന്റെ വഴിയാണെന്നു നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തതും തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു. മന്ത്രി GR അനിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം. മുതിർന്ന പൗരന്മാരുടെ ബാലറ്റ് പേപ്പർ വോട്ടുകളിൽ നിന്ന് വന്ന വോട്ട് വ്യതിയാനം ഇതിന് തെളിവാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇത് കണ്ട് സർക്കാർ തിരുത്തണമെന്നും മണ്ഡലം തലത്തിലുള്ള വിശദീകരണ റിപ്പോർട്ടുകൾക്ക് ശേഷം ചർച്ചകൾ തുടരാമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. പന്ന്യൻ രവീന്ദ്രനെ പോലെ മുൻ MPയെ നിർത്തിയിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞത് CPIയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പല സ്ഥലത്തും പ്രതീക്ഷിച്ച വോട്ടുകൾ നേടാൻ CPIMന് കഴിഞ്ഞില്ല. തിരുവനന്തപുരം മണ്ഡലം CPIMന് ലഭിച്ചില്ല. ആറ്റിങ്ങലിലും സമാന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJP നടത്തിയ മുന്നേറ്റം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കനത്ത തോൽവിയുടെ പേരിൽ CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലും ആലപ്പുഴ ജില്ലാ കൗൺസിലിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നു. ന്യൂനപക്ഷം എന്ന പരിഗണനയിലാണ് ലോക്സഭാ സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചത് എന്നും വിമർശനം ഉയരുന്നു. നവകേരള സദസ്സിലെ ധൂർത്തും ക്ഷേമ പെൻഷൻ തുക മുടങ്ങിയതും ചർച്ചയിലായി. സപ്ലൈകോയിലെ ദുരിതാവസ്ഥയും ജനങ്ങളെ സർക്കാരിൽ നിന്നും അകറ്റാൻ ഉള്ള കാരണമായി. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നും യോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നും സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം മോശമാണെന്നും അഭിപ്രായമുയർന്നു. തിരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് CPM നേതൃത്വ യോഗങ്ങൾ ഇന്ന് തുടക്കം കുറിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാമർശങ്ങൾ ഉയരുന്നത്.